ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ബില്ലോ ദ ഡോഗ് എന്നുള്ള ചാപ്റ്റർ. അതിൽ ഫാർമറിൻ്റെ ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള ഡോഗായിരുന്നു ആര്? ബില്ലു. ബില്ലുവിൻ്റെ പല്ലുകളെല്ലാം കൊഴിഞ്ഞ് പ്രായം ചെന്ന നായക്കുട്ടിയായിരുന്നു അല്ലേ ബില്ലു. ഓക്കെ, അത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ ഫസ്റ്റ് പേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബില്ലുവിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു തന്നിരുന്നത്. നെക്സ്റ്റ് പേജ് നോക്കിക്കേ. Who are there in the picture? ആരൊക്കെയാണ് ഈ പിക്ചറിലുള്ളത്? The farmer, his wife, their baby and ബില്ലു. ആരൊക്കെയുണ്ട്? ഫാർമറും ഫാർമറിൻ്റെ വൈഫും കുഞ്ഞും പിന്നെ ബില്ലുവുമാണ് ഈ പിക്ചറിൽ കാണുന്നത്. Where are they? അവരെവിടെയാണ്? They are in the yard. അവർ പുറത്താണ് അല്ലേ, മുറ്റത്താണ്. Where is ബില്ലു? ബില്ലു എവിടെയാണ്? He is lying near the farmer. ഫാർമറിൻ്റെ അടുത്ത് കിടക്കുകയാണ് ബില്ലു. What are the farmer and his wife doing? ഫാർമറും ഫാർമറിൻ്റെ വൈഫും എന്താണ് ചെയ്യുന്നത്? They are talking. അവരെന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. What are they talking? എന്താണ് അവർ സംസാരിക്കുന്നത്? Is ബില്ലു listening to their conversation? അവരുടെ കോൺവെർസേഷൻ ബില്ലു ലിസൺ ചെയ്യുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? നോക്കാം എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് നോക്കാം. One day the farmer told his wife. ഒരു ദിവസം ഫാർമർ അദ്ദേഹത്തിൻ്റെ വൈഫിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? I will throw ബില്ലു out tomorrow. He is of no use to us. നാളെ ഞാൻ ബില്ലുവിനെ കളയാൻ പോവുകയാണ്. അവനെക്കൊണ്ട് നമുക്കിപ്പോൾ ഒരു ഉപകാരവും ഇല്ല. Please don't let the poor creature live here. He has served us since he was a pup. എന്താണ് അപ്പോൾ ഫാർമറിൻ്റെ വൈഫ് പറഞ്ഞത്? പ്ലീസ് ഡോൺ, ദയവായി അങ്ങനെ ചെയ്യരുതേ. ലെറ്റ് ദ പുവർ ക്രിയേച്ചർ ലിവ് ഹിയർ. ഇവിടെ ജീവിക്കുന്ന ഒരു പാവ മൃഗമല്ലേ ഇത്, അതിനെ ഇവിടെ ജീവിക്കാനായിട്ട് അനുവദിക്കുക. ഹി ഹാസ് സെർവ്ഡ് us since he was a pup. ഒരു പട്ടിക്കുട്ടി ആയിരുന്നപ്പോൾ മുതൽ അവൻ നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നു അല്ലേ. ബട്ട് ഹീ ഈസ് ടു ഓൾഡ് ടു ഡു എനിത്തിങ് നൗ. അപ്പോൾ എന്താണ് ഫാർമർ പറഞ്ഞത്? ഇപ്പോൾ അവനൊന്നും ചെയ്യാൻ കഴിയില്ല, അവന് നല്ല പ്രായമായിരിക്കുകയാണ്. ദ തീവ്സ് ആർ ഇൻ സ്കേർഡ് ഓഫ് ഹിം അറ്റ് ഓൾ. അവനെ കണ്ടാൽ കള്ളന്മാരൊന്നും പേടിക്കുകയില്ല. ആർ നോട്ടാണ് ആറിൻ്റെ എഴുതിയിരിക്കുന്നത് കേട്ടോ, അപ്പോസ്ട്രോഫി ഇട്ട് ടി എഴുതിയിരിക്കുന്നത്. ആർ എഴുതി നോട്ട് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതും? ആറിൻ്റെ കൂടെ എന്നും കൂടെ ഇട്ടിട്ട് മുകളിൽ കോമ ഇടുന്നതിനാണ് അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത്. അതും കൂടെ ഇട്ട് ടി എഴുതും. ഓക്കെ, അത് വായിക്കുന്ന ആർ നോട്ട് ആർ ഇൻറ്റ്. ഓക്കെ, ടുമോറോ ഷാൽ ബി ഹിസ് ലാസ്റ്റ് ഡേ വിത്ത് us. നാളെ അവൻ്റെ നമ്മുടെ കൂടെയുള്ള അവസാന ദിവസമാണ്. ഇഫ് യു were the farmer, would you throw ബില്ലു out? ഈ ഫാർമറിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നമ്മുടെ ബില്ലുവിനെ പുറത്ത് കളയുമായിരുന്നോ? വൈ, എന്തുകൊണ്ട്? വാട്ട് വിൽ ബില്ലു ഡു നൗ? ബില്ലു ഇപ്പോൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നോക്കാം. നോ, ഐ വുഡ് നോട്ട് ത്രോ ബില്ലു ഔട്ട് ബിക്കോസ് ഹി ഹാസ് സർവ്ഡ് മീ സിൻസ് ഹി വാസ് എ പപ്പ്. ഞാനായിരുന്നു ആ ഫാർമറിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ കളയില്ലായിരുന്നു ബില്ലുവിനെ. കാര്യം എന്താണ്? ബില്ലു പപ്പി ആയിരുന്നപ്പോൾ മുതൽ, പട്ടിക്കുട്ടി ആയിരുന്നപ്പോൾ മുതൽ നമ്മളെ സെർവ് ചെയ്തതല്ലേ, അപ്പോൾ പിന്നെ കളയേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലേ. ഫാർമറിൻ്റെ വൈഫിൻ്റെ ഒപ്പീനിയൻ തന്നെയാണ് എനിക്കുമുള്ളത്. വാട്ട് വിൽ ബില്ലു ഡു നൗ? എന്തായിരിക്കും ബില്ലു ഇനിയിപ്പോൾ ചെയ്യുക? നോക്കാം നമുക്ക്. ബില്ലു ഹിയർഡ് വാട്ട് ദ ഫാർമർ സെഡ്. ഫാർമർ എന്താണ് പറഞ്ഞതെന്നുള്ളത് ബില്ലു കേട്ടു. ഹി വാസ് ഫ്രൈറ്റൻഡ്. അവൻ ഭയന്നുപോയി. ഇൻ ദി ഈവനിങ് ഹി വെൻറ്റ് ടു ദ വുഡ്സ്. അന്ന് വൈകുന്നേരം അവൻ കാട്ടിലേക്ക് ഓടിപ്പോയി. എവിടേക്കാണ് പോയത്? വുഡ്സ് എന്ന് വെച്ചാൽ കാടെന്നാണ് കേട്ടോ, കുറ്റിക്കാട്. ഓക്കെ, ഹി മെറ്റ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. അവൻ ആരെ കാണാനാണ് പോയത്? അവൻ്റെ ഉറ്റ ചെങ്ങാതിയായിട്ടുള്ള ദ ഫോക്സ്. ആരാണ് ഉറ്റ ചെങ്ങാതി? കുറുക്കൻ. കുറുക്കനെ കാണാൻ വേണ്ടിയാണ് അവൻ പോയത്. അങ്ങനെ അവൻ അവിടെ പോയി കുറുക്കനെ കണ്ടുമുട്ടി. ഹി മെറ്റ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ദ ഫോക്സ്. അവൻ്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ഫോക്സിനെ കാട്ടിൽ പോയി കണ്ടുമുട്ടി. ഹി ടോൾഡ് ദ ഫോക്സ് വാട്ട് വാസ് ഗോയിങ് ടു ഹാപ്പൺ. അവൻ
ഫോക്സിനോട് ഇനി എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം, സംഭവിക്കാൻ പോകുന്ന കാര്യം അവൻ ആരോട് പറഞ്ഞു? കുറുക്കനോട് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും കുറുക്കൻ പറഞ്ഞിട്ടുണ്ടാവുക? The fox said, ഫോക്സ് പറഞ്ഞു നോക്കിയേ, Don't worry, I have got an idea. നീ വിഷമിക്കണ്ട, എനിക്കൊരു ഉപായം തോന്നുന്നുണ്ട്, ഒരു ബുദ്ധി തോന്നുന്നുണ്ട്, ഒരു ഐഡിയ ഉണ്ട് എൻ്റെ കയ്യിൽ. അതിന് മറുപടിയായി നമ്മുടെ നായക്കുട്ടി എന്തു പറഞ്ഞു? റിയലി താങ്ക് യു ഫ്രണ്ട്. എന്താണ് പറഞ്ഞത്? ശരിക്കും ഒരുപാട് നന്ദിയുണ്ട് കൂട്ടുകാരാ. ഇതിന് മറുപടിയായിട്ട് എന്തായിരിക്കും ഫോക്സ് കൊടുത്ത റിപ്ലൈ? ഓ ഇറ്റ്സ് മൈ പ്ലഷർ. ഇതൊക്കെ ഒരു കാര്യമാണ് അല്ലേ? ഇതെങ്കിൽ സന്തോഷമല്ലേ? ഓ ഇറ്റ്സ് മൈ പ്ലഷർ. ഓക്കെ, അപ്പോൾ ഈ കോൺവെർസേഷൻ നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോൺവെർസേഷനും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് തോട്ട്സ് ഓഫ് ബില്ലു. ഫോക്സുമായിട്ടുള്ള കോൺവെർസേഷന് മുമ്പായിട്ട് ബില്ലു ഫാർമറിൻ്റെയും വൈഫിൻ്റെയും കോൺവെർസേഷൻ കേൾക്കുമ്പോൾ ഉണ്ടായ ചിന്തകൾ എന്തൊക്കെയാണെന്ന് അവർ തമ്മിൽ സംസാരിക്കുന്ന, ഫാർമറും വൈഫും കൂടെ, കർഷകനും ഭാര്യയും കൂടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ബില്ലുവിൻ്റെ മനസ്സിലുണ്ടായ ചിന്തകൾ എന്തൊക്കെയാണ്? സെലക്ട് ദ അപ്രോപ്രിയേറ്റ് തോട്ട്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദി ബബിൾസ്. കറക്റ്റായിട്ടുള്ള തോട്ട് എടുത്ത് ഈ ബബിൾസിൽ എഴുതാനായിട്ടായിരുന്നു ഒരു പ്രവർത്തനം തന്നിരുന്നത്, ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ ആൻസർ എന്താണ്? വാട്ട് വിൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? ഓ ഗോഡ് ഹൂ ഹെൽപ്പ് മീ. ഗോഡ്, എൻ്റെ ഗോഡേ, എന്നെ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? വേർ വിൽ ഐ ഗോ? ഞാൻ എങ്ങോട്ട് പോകും? ഷാൽ ഐ ടെൽ മൈ ഫ്രണ്ട്സ്? എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഈ ഡോഗിന്, ബില്ലുവിന് ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി കോൺട്രാക്റ്റഡ് ഫോമിൽ എഴുതാനായിട്ടായിരുന്നു. ഓരോന്നിൻ്റെ ഐ ഹാവ് എങ്ങനെയാണ് എഴുതുന്നത്? ഐ എഴുതി അപ്പോസ്ട്രോഫി എഴുതി VE. ഐ ഹാവ് എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് നമുക്ക് എങ്ങനെ കോൺട്രാക്റ്റഡ് ഫോമിൽ എങ്ങനെ എഴുതാം? ചുരുക്കി എങ്ങനെ എഴുതാം? ഐ ഹാവ്. വിൽ നോട്ട് വോണ്ട് WON അപ്പോസ്ട്രോഫി T. ഡു നോട്ട് എങ്ങനെ എഴുതാം? ഡോണ്ട് DON അപ്പോസ്ട്രോഫി T. ലെറ്റസ് എങ്ങനെ എഴുതാം? ലെറ്റ്സ്. ലെറ്റ് എഴുതിയിട്ട് യു ഇല്ലാതെ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ് എഴുതുക. ഡിഡ് നോട്ട് ഡിഡിൻ്റെ അല്ലേ? അപ്പോൾ ഡിഡ് എഴുതിയിട്ട് DIDN O എഴുതാതെ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് T എഴുതുക. ഓയുടെ സ്ഥാനത്ത് അപ്പോസ്ട്രോഫി ഇടുക, എന്നിട്ട് T എഴുതുക. മുകളിൽ കോമ ഇടുന്നതിനാണ് അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഐ വിൽ. ഐ വില്ലിന് ഐ എഴുതി അപ്പോസ്ട്രോഫി ഇട്ടിട്ട് LL എന്നെഴുതുക. ആർ നോട്ടിന് AREN അപ്പോസ്ട്രോഫി T. ഡസ് നോട്ടിന് DOESN അപ്പോസ്ട്രോഫി T. ഓക്കെ, ഇത്രയായിരുന്നു കോൺട്രാക്റ്റഡ് ഫോം എഴുതാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബോക്സസ് ആൻഡ് ദി ഓവൽസ്. താഴെ തന്നിരിക്കുന്ന ബോക്സസും ഓവൽസും ഫിൽ ചെയ്യാനായിട്ടാണ്. ഡിഡ് നോട്ട് എങ്ങനെ എഴുതാം? ഡിഡിൻ്റ്. കാണ്ട് എങ്ങനെ എഴുതേണ്ടത്? കനോട്ട് CANNOT കനോട്ട്. ഹി ഈസ് എങ്ങനെ എഴുതാം? ഹിസ്. അതായത് ഹി എഴുതി അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ് എഴുതുക. കുഡിൻ്റെ എങ്ങനെ എഴുതാം? കുഡ് നോട്ട് COULDNOT കുഡ് നോട്ട്. വേർ നോട്ട് എങ്ങനെ എഴുതാം? വേറിൻ്റെ അല്ലേ? WERENT വേറിൻ്റ്. നെക്സ്റ്റ് ഐ എം എങ്ങനെ വായിക്കാം? ഐ ഹാവ്. ഐ എഴുതി HAVE ഐ ഹാവ്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി 6 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 24. പേജ് നമ്പർ 24 ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 24 ആക്ടിവിറ്റി 6. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ വായിക്കുക. ദ തീവ്സ് ആർ നോട്ട് സ്കെയർഡ് ഓഫ് ഹിം. കള്ളന്മാർ അവനെ ഭയപ്പെടുന്നില്ല. ദ തീവ്സ് ആറിൻ സ്കെയർഡ് ഓഫ് ഹിം. അതിന് പകരം എന്ത്? നമുക്ക് ആർ നോട്ടിന് പകരം ആറിൻ്റെ എന്നുള്ള കോൺട്രാക്റ്റഡ് ഫോമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ. വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ് ഇൻ ദീസ് 2 സെൻറ്റൻസസ്. ഈ 2 സെൻറ്റൻസിലും നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് കാണാൻ സാധിക്കുന്നത്? വിച്ച് സെൻറ്റൻസ് ഓഫ് ദി
ടു ഈസ് യൂസ്ഡ് ഇൻ ദി സ്റ്റോറി? ഇതിൽ രണ്ടിൽ ഏത് സെൻറ്റൻസ് ആണ് സ്റ്റോറിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്? സെക്കൻഡ് വൺ അല്ലേ? നൗ യൂസ് ദ കോൺട്രാക്റ്റഡ് ഫോംസ് ഓഫ് ദ വേർഡ്സ് ഇൻ ദി ബോക്സസ് ആൻഡ് ദ എക്സ്പാൻഡഡ് ഫോം ഇൻ ദി ഓവൽസ്. എക്സ്പാൻഡഡ് ഫോം ഓവൽസിലും കോൺട്രാക്റ്റഡ് ഫോംസ് ചുരുക്കെഴുത്ത് ഏതിനകത്ത് ഉപയോഗിക്കണം? ബോക്സസിലും ഉപയോഗിക്കണം. ഓക്കെ. ഡു നോട്ട് വറി, ഐ ഹാവ് ആൻ ഐഡിയ. അപ്പോൾ എങ്ങനെ പറയും? ഡോണ്ട് വറി, ഐ ഹാവ് ആൻ ഐഡിയ. ഐ വോണ്ട് ത്രോ ഹിം ഔട്ട്. അതിന് പകരം എന്ത് എഴുതും? ഐ വിൽ ത്രോ ഹിം ഔട്ട്. ലെറ്റ് അസ് ഗോ ഹോം. എങ്ങനെ എഴുതാം? ലെറ്റ്സ് ഗോ ഹോം. നെക്സ്റ്റ്, ഓ ബില്ലുസ് അറ്റാക്കിംഗ് ദ ഫോക്സ്. ഓ ബില്ലു ഈസ് അറ്റാക്കിംഗ് ദ ഫോക്സ്. വാട്ട് വിൽ ഐ ഡു നൗ? അതെങ്ങനെ എഴുതാം? വാട്ട് എഴുതിയതിന് ശേഷം അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ഡബിൾ എൽ എഴുതുക. എന്നിട്ട് ഐ ഡു നൗ. നെക്സ്റ്റ്, ഐ ഹാവ് ആൻ ഐഡിയ. അതെങ്ങനെ എഴുതും? ഐ എഴുതി ഹാവ്, HAVE ഹാവ് എഴുതുക, ദെൻ ആൻ ഐഡിയ. ഓക്കെ. ഇപ്പോൾ ക്ലിയർ ആയാലും നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള അതിൻ്റെ ആൻസേഴ്സും കൂടെ ടീച്ചർ ഇതിൻ്റെ പുറകെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കുക, എന്നിട്ട് എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ പിക്ചർ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 തന്നിരിക്കുന്ന പിക്ചർ നോക്കി ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, വിവരിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ഈ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 11 തന്നിരിക്കുന്നത്? ആരൊക്കെയാണ് ഈ പിക്ചറിലുള്ളത്? The farmer and his wife worked in the field. ഫാർമറും ഫാർമറിൻ്റെ ഭാര്യയും വയലിൽ വർക്ക് ചെയ്യുകയാണ് അല്ലേ? പിന്നെ ആരുണ്ട്? ദ ഓൾഡ് ഡോഗ് ബില്ലു സ്റ്റുഡ് നിയർ ദ ബേബി വാച്ചിങ് ഇറ്റ്. നമ്മളുടെ പ്രായം ചെന്ന ഓൾഡ് ആയിട്ടുള്ള ബില്ലു ഡോഗ് എന്ത് ചെയ്യുകയാണ്? ബേബിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത്രയുമല്ല ഈ പിക്ചറിലുള്ളത്. ഈ പിക്ചറിൻ്റെ താഴെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ഡേ ഏർലി ഇൻ ദ മോർണിംഗ് ദ ഫാർമർ വെന്റ് ടു ദി ഫീൽഡ് വിത്ത് ഹിസ് വൈഫ്. അടുത്ത ദിവസം അതിരാവിലെ ഫാർമർ അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് പാടത്തേക്ക് പോയി, ഫീൽഡിലേക്ക് പോയി. ദേ ടുക്ക് ദെയർ ബേബി വിത്ത് ദം. അവരുടെ കൂടെ ആരെയും കൂട്ടിയിരുന്നു? അവരുടെ കുഞ്ഞുവാവയും ബേബിയെയും എടുത്തിരുന്നു. ദേ ലേഡ് ദ ബേബി ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ. അവർ ആ ബേബിയെ എവിടെയാണ് കിടത്തിയത്? ഒരു മരത്തിൻ്റെ തണലിൽ കിടത്തി. വൈൽ ദേ വർക്ക്ഡ് ദ ഓൾഡ് ഡോഗ് സ്റ്റുഡ് നിയർ ദ ബേബി വാച്ചിങ് ഇറ്റ്. അവർ വയലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓൾഡ് ഡോഗ്, ആരാണ് ഓൾഡ് ഡോഗ്? ബില്ലു സ്റ്റുഡ് നിയർ ദ ബേബി വാച്ചിങ് ഇറ്റ്. കുട്ടിയെ നോക്കിക്കൊണ്ട് ബില്ലു അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതാണല്ലോ ഈ പിക്ചറിൽ തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ മക്കൾക്ക്?